ഇത്രയും നാളും അഫാന്റേതായി വന്ന മൊഴിയുടെ നേരെ വിപരീതമായ കാര്യങ്ങളാണ് പിന്നീട് വരുന്ന മൊഴികളിൽ കാണുന്നത്. ഇപ്പോൾ അവൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് അമ്മയെ കൊന്നു, അതായത് അമ്മ മരിച്ചു എന്ന് കരുതിയാണ് താൻ മറ്റുള്ളവരെയും കൊന്നത് എന്നാണ്. ഈ കൊലപാതകം നടക്കുന്ന ദിവസം രാവിലെ 2000 രൂപ ഉമ്മയോട് ആവശ്യപ്പെട്ടു. ഉമ്മ കൊടുത്തില്ല. അതേ ചൊല്ലി തർക്കമുണ്ടായി. പിന്നീട് കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമ്മ മരിച്ചു എന്ന് കരുതി അതിനുശേഷം മറ്റു കൊലപാതകങ്ങൾ നടത്തി. അപ്പോൾ കൊലപാതകം പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള കടയിൽ നിന്ന് ചുറ്റിക വാങ്ങിയത്. അപ്പോൾ ഒറ്റയടിക്ക് മരണം ഉറപ്പിക്കുക എന്നൊരു ലക്ഷ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ചുറ്റിക വാങ്ങി മറ്റുള്ളവരെ കൊലപ്പെടുത്തി എന്നാണ് ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ മൊഴികൾ വരുമ്പോഴും ഒന്നുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അതെ, ഇത് ഞാൻ പറഞ്ഞത്, ഇത് 3 വീട്ടിൽ നടന്ന കൊലപാതകം. 25 കിലോമീറ്റർ അകലെയാണ് ഒരു കൊലപാതകം നടന്നത്. ഇത് ഒരു തരത്തിലും നമുക്ക് അത് പൊതുവായ ഇവരൊരു ഇന്റൻഷൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലത്തും നടക്കത്തില്ല. ഈ 3 വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരെ വ്യത്യസ്തമായ രീതിയിൽ അവരെ കാണുകയും അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ഇവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്, അതൊക്കെ മനസ്സിൻ്റെ അകത്ത് എന്താണ് നടക്കണേന്ന് നമുക്ക് പറയും. ഒരു വ്യക്തത പോലീസ് ഇതിനകത്ത് കിട്ടൂല. എൻ്റെ ഒരു കണക്കൂട്ടില്ല അതാണ്. എന്തിനാണ് ഇവർ അവൻ്റെ വീട്ടിലുള്ളവരെ കൊന്നു, പിന്നെ മറ്റു വീടുകളിൽ പോയി കൊല്ലുന്നത് എന്തിന്? അതിൻ്റെ ഒരു തീർച്ചയായിട്ടും പർപ്പസ്, ഇന്റൻഷൻ, അവൻ്റെ ഉദ്ദേശം എല്ലാം അറിയണം നമ്മൾ. അത് പോലീസ് അതിലോട്ട് വരാനായിട്ട് സാധ്യത വളരെ നല്ല എക്സ്പീരിയൻസ്ഡായ ഒരു വെറ്ററൻ DYSPയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ഇതിനകത്ത് വേണം. അല്ല ജൂനിയർ DYSPക്ക് എങ്ങും എത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് തീർച്ചയായിട്ടും മലയാളികൾക്ക് നമ്മുടെ ഇവനെ പോലെയുള്ളൊരു കുട്ടി ഇങ്ങനെ കാണിച്ചതിൻ്റെ കാരണം കണ്ടെത്തണം. അവനെ മാനസികമായി ഈ ലെവലിൽ ചെന്നത് എത്തിയത് എങ്ങനെയാണ്? അത് വീട്ടിൽ അവളെ വളർത്തുദോഷമാണോ? അവൻ്റെ അമ്മ കടം വാങ്ങിച്ച് അത് ഇവനും അമ്മയും കൂടെ കടം വാങ്ങിച്ച് തിന്നതാണോ? കാരണം പണം ഇവന് ആവശ്യപ്പെടുകയാണ്. അമ്മയുടെ അടുത്ത് നിരന്തരം പണം ആവശ്യപ്പെട്ട് ഊറ്റിക്കാണ്. അതാണിക്കും കടം വന്നത്. അമ്മയ്ക്ക് മൂത്ത മകനാണ്, അമ്മയ്ക്ക് ഭീഷണി ഉണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് ഇവന് പണം കൊടുക്കാതിരിക്കാൻ മേല, അല്ലെ അമ്മയെ കൊല്ലും, അങ്ങനെയൊക്കെ ഒരു ചിന്ത ചിലപ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയായിരിക്കണം ഇവൻ ഇത്ര വലിയ ഭീമമായ കടത്തിലേക്ക് ഈ കുടുംബം പോയത്. ഈ മകനെ അമ്മയെ ഭീഷണിപ്പെടുത്തി തന്നെ ഇത് അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ പറയേണ്ട കാര്യങ്ങൾ. ഞാൻ ഇതിനു കുറെ കേസുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേറെ രക്ഷയില്ല, ജീവൻ അപകടത്തില്ല. അമ്മയുടെ തന്നെ ജീവൻ അപകടത്തിലായില്ലേ ഇപ്പം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ പോലീസിൽ അറിയിച്ചിട്ട് നിയമപരമായ നടപടിയെടുക്കണം. ഇവനെ ഒന്നും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഞാനത് കുറെ ചാനലിലും കുറെ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലാ ആശുപത്രിയിലും പ്രത്യേക വാർഡ് വേണം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവന്റെ മാനസിക നില പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല എന്നാണ്. മാനസിക നിലയ്ക്ക് ഒരു പ്രശ്നമില്ല, കൃത്യമായ നല്ല ബോധത്തോടു കൂടിയാണ് ഓരോ കൊലപാതകവും നടത്തിയെന്നാണ്. അപ്പോ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഒരു മാനസിക നില പ്രശ്നമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ പറ്റുക? ആ ഡോക്ടർമാരുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഒരു ഒപ്പീനിയൻ ഒരു ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കണമെന്ന് പറ്റത്തില്ലല്ലോ. അത് അവർ വിശകലനം ചെയ്ത് ശരിയല്ല. ആ ഡോക്ടർമാര് മാനസിക നില കുഴപ്പമൊന്നുമില്ല, പെരുമാറ്റം ഒക്കെ ആസ് യൂഷ്വൽ, എല്ലാം ആഹാരം കഴിക്കുന്നുണ്ട്, ചോദിക്കുന്ന സമ്മാനം പറയുന്നുണ്ട്, ആശുപത്രി മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിയുന്നുണ്ട്, എല്ലാത്തിനും സഹകരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, നടക്കാൻ പറഞ്ഞാൽ നടക്കുന്ന എല്ലാം ഉണ്ട്, അവന് എല്ലാം കൃത്യം ചെയ്യുന്നുണ്ട്. അതാണ് മാനസിക. അങ്ങനെയുള്ള ഒരു ചെറുക്കനാണല്ലോ ഇത് ചെയ്തത്. അതേപ്പറ്റി എന്താ ഡോക്ടർമാർ പറയാത്തത്? അതൊന്നും അവരുടെ കാൽക്കുലേഷനൊന്നും ഞാൻ അതിനോടൊന്നും അങ്ങനെയുള്ള കാൽക്കുലേഷൻ ഞാൻ എതിര് പറയുന്നതിന്റെ കാരണം അതാണ്. അവരൊന്നും ഇത് വിശദമായിട്ട് പഠിച്ചിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഒരു സൈക്യാട്രിയോ ഒരു സൈക്കോളജിസ്റ്റോ കണ്ടെത്തൂല. ആ മനസ്സിനകത്തോട്ട് കയറി അവർ നടത്തിട്ട് അവർ തീരുമാനം പറയട്ടെ. അങ്ങനെ ആരും പറയുന്നത് അവിടെ ഇവിടെ പറഞ്ഞിട്ടൊന്നും നമ്മളെപ്പോലെ ഉള്ളവരെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് സൈക്യാട്രിയുടെയും സൈക്കോളജിയുടെയും മാനസികാരോഗ്യമുണ്ട് സാധാരണ എല്ലാ പെരുമാറ്റം. അതിന്റെ ഇടയ്ക്ക് ഓരോ കൊലപാതകവും നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി അവരെന്താ പറയുന്നത്? അവർക്ക് അതേപ്പറ്റിയൊന്നും പറയാനില്ല. കാരണം അവനിപ്പം നോർമൽ ചൈൽഡ്, നാട്ടുകാർ മുഴുവൻ നല്ല അഭിപ്രായം പറഞ്ഞു, ബന്ധുക്കളെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു, ഇവനുമായിട്ട് പരിചയപ്പെട്ടിട്ട് നല്ല കുട്ടി എന്നല്ലേ പറയുന്നത്. പക്ഷെ ഇത്രയും ക്രൈം ചെയ്തൊരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അത് കണ്ടെത്താനായിട്ട് പോലീസിന് കഴിയണം. അത് വേറൊരു സൈക്കോളജിയോ സൈക്കാട്രിയോ വിചാരിച്ചാൽ ഒരു ഒപ്പീനിയൻ കൊടുക്കാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് ഇവന്റെ ഈ മാനസിക രൂപീകരണം ഈ രീതി വരാനുള്ള കാരണം കണ്ടെത്തണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവന് ഒരു പക്ഷേ നിരോധിത സംഘടനകളുമായിട്ടോ ഉസ്താദുമാരുമായിട്ടോ മന്ത്രവാദികളുമായിട്ടോ ബന്ധമുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ സാറ് പറഞ്ഞിടത്തേക്ക് വരുമ്പോൾ വീണ്ടും സംശയം. ഒരു 5-8 ദിവസം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് മനോരോഗ വിദഗ്ധര് ഇവനുമായിട്ട് സംസാരിച്ചതാണ്. മെന്റൽ ഹെൽത്ത് കൃത്യമായിട്ട് അളന്നിട്ടായിരിക്കുമല്ലോ പോലീസിനോട് കൊണ്ടുപോകാൻ പറഞ്ഞത്, അല്ലാതെ കൊണ്ടുപോകില്ലല്ലോ. അപ്പോ അവരുടെ കാൽക്കുലേഷൻ തെറ്റാനുള്ള സാധ്യതയുണ്ടോ? സെറ്റീനാണ് ഞാൻ കരുതുന്നത്. കാരണം
ചുറ്റിയ വാങ്ങിക്കല്ലേ? അതേപ്പറ്റി അവർ നോർമലായിട്ട് എടുത്ത് പോയി ചുറ്റിയ വാങ്ങിക്കുമോ? അവൻ 10 കിലോ അല്ലെ 1 കിലോ അലുവ വാങ്ങിച്ച് തിന്നാ മനസ്സിലാക്കാൻ. ചുറ്റിയാണ് കൊല്ലാനുള്ള ചുറ്റിയാണ് അവൻ വാങ്ങിക്കുന്നത്. അത് വൈരാഗ്യം കൊണ്ടാണല്ലോ, അത് സ്വബോധത്തോടു കൂടി തന്നെയാണല്ലോ കൊല്ലണം എന്ന് ഉദ്ദേശം വരുന്ന സ്വബോധം കൊണ്ടാണല്ലോ ഒരാളെ കൊല്ലാൻ തോന്നിക്കുന്നത്. അത് ശരിയാണ്. അതെന്നാന്നറിയോ, നമുക്ക് ഒരാളെ കൊല്ലാൻ തോന്നുന്നു, നമ്മുടെ ചുറ്റുമുള്ള ഒരു 50 വീട്ടുകാർ 50 പേരെ കൊല്ലാൻ തോന്നുന്നു. നടക്കുന്ന കാര്യം വല്ലതാണോ? അതല്ല ഇവൻ നടത്തിയിരിക്കുന്നത്. അവിടെ അവൻ എത്ര ഒരു വൈരാഗ്യം കാണിച്ചിട്ട് 3 കുടുംബത്തിലെ ആൾക്കാരെയാണ് കൊന്നു കളഞ്ഞത്. അതൊക്കെ നടക്കുന്ന കാര്യം വല്ലതാണോ? വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളെ കൊന്നെന്ന് വരും. അതല്ലേ വൈരാഗ്യത്തിന്റെ. കാണുന്നവരെല്ലാം അവരെ മുഴുവൻ കൊന്നൊടുക്കാനായിട്ട് ഇവൻ നടക്കുന്ന അതെന്തൊരു മാനസികാവസ്ഥയാണ്? അതെങ്ങനെയാണ് അവൻ അങ്ങനെ വരുന്നത്? കൊല്ലാനുള്ള വെപ്പണൊക്കെ അവൻ കരുതി വെക്കുന്നുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് പോയി മദ്യപിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് പോയി റെസ്റ്റ് സമയം കൊടുക്കുന്നുണ്ടല്ലോ. 10 മുതൽ 6 വരെ അങ്ങ് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ പ്രശ്നം? ഡോക്ടേഴ്സ് പറയട്ടെ, സൈക്കാട്രി സൈക്കോളജി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, എന്നാൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അവൻ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ വന്ന് ഹാജരായിട്ടുണ്ട്, കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവനറിയാം, കൃത്യമായിട്ട് അറിയാം പിടിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വന്നിട്ട് അപ്പോൾ മാനസിക പ്രശ്നമില്ല എന്ന് അതിൽ തന്നെ വ്യക്തമല്ലേ? അങ്ങനെ യോജിക്കാലോ. എന്തിനാ അപ്പൊ മാനസിക പ്രശ്നമല്ലോ? അതിന് പിന്നെ കൊല്ലുന്ന എന്തിനെന്ന് അതിന് കാര്യം അതാണ് പക. പകയാകുമ്പോ കാണുന്നവരെല്ലാം കൊന്നെടുത്ത് ഒരു ജന്മത്തിൽ മുഴുവൻ എത്രായിരം പേരെ കൊന്നെടുക്കണം അവന്റെ 8 വർഷം കൊണ്ടുള്ള പക നോക്കിയാൽ. ആയിരക്കണക്കിന് ആൾക്കാർ പകയുണ്ട് അവന്. അവരോട് പോകാത്ത കാശ് കൊടുക്കാത്തതാണോ പക? അല്ലല്ലോ. അപ്പന്റെ ചേട്ടനെ മറ്റേരും കൊണ്ട് അവന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. വല്യമ്മയെ കൊന്നത് സ്വർണ്ണം എടുക്കാനാണ്, അമ്മയെ കൊന്നത് പൈസ കൊടുക്കാത്തതെന്ന് പറയാം. ഈ പെൺകൊച്ചിനെ ഇവനെ ഇളയ കൊച്ചിനെ കൊന്നത് എന്തിനാണ്? വൈരാഗ്യ. അപ്പം പൊരുത്തപ്പെടുന്നില്ല. ഒരിടത്ത് നമ്മൾ വൈരാഗ്യം വരുമ്പം ഇളയ കൊച്ചിനെ എന്തിനാണ് കൊന്നത്? ആ പെൺകുട്ടിയെ കൊന്നത് ഇത്ര ഭീകരമായ രീതിയിലല്ലേ കൊന്ന ആ പെൺകുട്ടിയെ? അത് എന്തിനാണ്? അവരെന്ത് കാണിച്ചു? അത് പകയാണോ? പകല അവള് അതുപോലെ ഇവനെ സ്നേഹിച്ചുകൊണ്ടല്ലേ അവന് സ്വർണ്ണാഭരണം ഒക്കെ അവളുടെ മുഴുവൻ കൊടുത്ത് ഗിൽട്ടിട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇത് പരസ്പരം ബന്ധപ്പെടുന്നതും പരസ്പരം നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, മോട്ടീവ് വ്യത്യസ്തമായ മോട്ടീവാണ് ഇതിനകത്ത് കാണുന്നത്. അത് പോലീസ് അല്ല ആര് പറഞ്ഞാലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. കോടതി അത് പരിശോധിക്കുമല്ലോ. ഒറ്റ മോട്ടീവാണ്, പക തന്നെ. പകയാണെന്ന് വിചാരിച്ചോളൂ. പകയാണെങ്കിൽ ഈ ഇളയ കൊച്ചിനെ കൊന്ന എന്തിന്? പകയാണെങ്കിൽ ആ പെൺകുട്ടിയെ കൊന്നത്. അമ്മയെ കൊന്നോട്ടെ, പൈസ ഇല്ലാത്തതിന് അമ്മയെ കൊന്ന. പണം കിട്ടാണ്ട് വല്യമ്മയും കൊല്ല. അപ്പന്റെ ചേട്ടനെ അനിയനും കൊന്ന എന്തിനും? അവരെ വീട്ടിൽ ആഭരണം ഉണ്ടല്ലോ, എടുത്തില്ലല്ലോ. സ്വർണം കാണും, എടുത്തിട്ടില്ല. ഇതുവരെ ഇല്ല നമ്മുടെ അറിവില്ല. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവന്റെ മാനസികമായ വ്യാപാരം നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ബാക്കി എലിമിനേറ്റ് ചെയ്യട്ടെ. ഇവന് വേറെ ഏതെങ്കിലും ക്ഷുദ്രശക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ 8 വർഷം കൊണ്ട്? അതുപോലെ മന്ത്രം ആ രീതിയിലുള്ള ഏതെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എലിമിനേറ്റ് ചെയ്യട്ടെ. എങ്ങും ഇല്ലെങ്കിൽ ഇവന് ഒരു മാനസികമായി വികടമായ വക്രതയുള്ള ഒരു മനസ്സ് അവന് 8 വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും സാറേ, ഇവർക്ക് കടമുണ്ട്, ആർഭാടമാണ് എന്ന് പറയപ്പെടുന്നു. കുടുംബം ഉൾപ്പെടെ ആർഭാട ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ദിവസം 10,000 രൂപ തിരിച്ചടവ് വരെ കൊടുക്കേണ്ട ഗതികേടിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അത്രത്തോളം പണം കടം വാങ്ങിയിട്ടുണ്ട്. ഇവൻ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മാല കൊണ്ട് പണയം വെച്ച് അതിൽ നിന്ന് 40,000 രൂപ ATM കൗണ്ടറിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക്, അതായത് ഒരു തിരിച്ചടവുള്ള ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് മാനസിക പ്രശ്നമാണുള്ളത്? കൃത്യമായിട്ട് അവന് ബോധ്യമുണ്ട് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്, അതൊന്ന് കൊടുക്കണം. ATM കൗണ്ടറിൽ പോകുന്നു, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ ആ പൈസ ഇടുന്നു, അതൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഏത് രീതിയിലാണ് മാനസിക പ്രശ്നം കാണേണ്ടത്? എന്നാൽ പിന്നെ എന്ത് എളുപ്പം ഉണ്ടായിരുന്നു? ഇത്രയും പേരെ കൊന്ന് അതിന്റെ പാപഭാരം ചുമക്കേണ്ട ആവശ്യം? ഇവനങ്ങ് ആത്മഹത്യ ചെയ്താൽ പോരായിരുന്നു. ഇവനങ്ങ് ജീവൻ അവസാനിപ്പിച്ച് എന്ത് എളുപ്പമായിരുന്നു? നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരുത്തന്നെ ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമേ കാണുന്നത് ചെറുപ്പക്കാരൻ. അതല്ലേ ഏറ്റവും നല്ല സൊല്യൂഷൻ. ഇവൻ എത്ര പേരെ കൊന്നിട്ടാണ് ഇവന് സർവൈവ് ചെയ്ത് നിൽക്കുന്നത്? അവിടെയാണ് ഞാൻ പിടിക്കുന്നത്. ഇവൻ തന്നെ ആരും ചോദ്യം കടത്തിൽ നിന്നെല്ലാം മോചനമായിട്ടില്ല, ഇവൻ തന്നെ ആത്മഹത്യ ചെയ്ത ആ കുടുംബമൊക്കെ രക്ഷപ്പെടത്തില്ലേ? അതെന്താ ചെയ്യാൻ? ഞാൻ അതിന് ഉത്തരം പറ, കേൾക്കട്ടെ. കുടുംബത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതിനോടൊന്നും ചോദിക്കാൻ പറ്റൂല. കാരണം ആ രീതി ചിന്തിക്കാൻ പാടില്ല. കാരണം ഇവൻ തന്നെ ഇതിന് പരിഹാരം ഒറ്റയടിക്കണം, അവനെ ആത്മഹത്യ ചെയ്യാം. പക്ഷേ അല്ല, ഉത്തരവാദിത്വം ഉണ്ട്. കാരണം പറഞ്ഞാൽ ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസവും ഉമ്മയും ഇവനും കൂടിയാണ് കട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയി 50,000 രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഉമ്മാക്ക് എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. ഉമ്മയും ഉത്തരവാദിയാണ്. അതുകൊണ്ട് ഇവൻ ആത്മഹത്യ ചെയ്തതിനാൽ വീണ്ടും പഴി മുഴുവൻ വരുന്നത് ഉമ്മയുടെ മേലെയാണ്. അത് ഇവൻ കടന്നു പോവല്ലേ? അവൻ ഈ ഭൂമി വിട്ട് പോവല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മാനെയാണെന്ന് പറയുന്നത്. അതൊക്കെ ചുമ്മാ. ഉമ്മ ഇഷ്ടം ഉണ്ടെങ്കിൽ ഉമ്മയെ കൊല്ലുവോ? അതിനൊന്നും ചോദിക്കാൻ പറ്റില്ല. നമുക്ക് ഒന്നും പൊരുത്തപ്പെടുന്നില്ലെന്നേ. ഉമ്മ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഉമ്മയെ കൊല്ലുവോ? ഉമ്മയുടെ സ്നേഹമുണ്ട്. ഇവൻ തന്നെ അങ്ങ് ഉമ്മ ജീവിക്കട്ടെ കുറച്ച് ആളോടെ, അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? ഇവൻ തന്നെ ആത്മഹത്യ എല്ലാത്തിനും പ്രശ്നമായി, പരിഹാരമായില്ലേ? അത് അവൻ ചിന്തിച്ചില്ല. അതിനെ എല്ലാവരെയും കൊന്നിട്ട് അവൻ കുളിച്ച് ഒരുങ്ങി വീണ്ടും വന്നിരിക്കുകയാണ് ജീവിക്കാൻ.
അത് നടക്കൂല. ഇവനെ തൂക്കിക്കൊല്ലാൻ തന്നെ ഇവനെ വിധിക്കണം, അതിന് യാതൊരു സംശയമില്ല. കാരണം അവൻ നോർമലാണ്, ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എളുപ്പമായി. അങ്ങനെയുള്ളതിനെ നമുക്ക് സമൂഹത്തിൽ വേണ്ട, സൊസൈറ്റിയിൽ വേണ്ട, ഇന്ത്യയിൽ വേണ്ട. അപ്പൊ അങ്ങനെ വികടമായ ഒരു മനസ്സ്, വികലമായ മനസ്സ്, അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവന്റെ മാനസികമായ ആ ചംക്രമണം നടന്നു പോകുന്നത്. അത് കൊലപാതകത്തിലേക്കാണ് പോകുന്നത്. ഇത്രയും നാളും അവൻ അതിനൊരു സാഹചര്യം വരാത്തതുകൊണ്ട് പിടിച്ചു നിന്നു. അല്ലെങ്കിൽ ഈ അമ്മയെ കൊന്നത് സേഫ് ആയിരുന്നെങ്കിൽ പല വീടുകളിൽ ഇതുപോലെ കൊന്നേനെ. ഞാൻ നോക്കുമ്പോ ആ അപ്പന്റെ ചേട്ടനെ അത് കൊല്ലാതെ ഇവന്റെ വീട്ടിൽ കൊല്ലാതെ ഇരുന്നാൽ ഈ കേസ് ആര് പിടിക്കും? ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കൊന്നിട്ട് സ്വർണ്ണം എടുത്താൽ പോരെ? അവനത് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നല്ലോ അവിടെ. വല്യമ്മ കൊന്ന അങ്ങനെയല്ലേ? അവന് സംശയം വരാൻ കാരണം അവന്റെ അവന്റെ അപ്പന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ ഇവനെ ഒരു വിളിച്ചതാണ്. അവിടെ കൊണ്ട് തെറ്റിന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതോടുകൂടി ഇവന് മനസ്സിലായി ഇവനെ പിടിക്കപ്പെട്ടു. അത് കൊന്നിട്ട് പോയ ഇവനെ പിടിക്കത്തില്ല. അത് മാത്രം ചെയ്തിരുന്നെങ്കിൽ അവിടെ ലോക്കലുള്ള ആൾക്കാർ നല്ല ഇടി പോലീസിന്റെ ഉണ്ടായി. കാരണം പിടിക്കാൻ പറ്റില്ല. ഇവന് ഇത്ര നല്ല ചെറുക്കന്റെ നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും നല്ല ആ ഏരിയയിലില്ല വെഞ്ഞാറമൂട് ഇത്ര നല്ല ചെറുക്കൻ. പക്ഷെ അവന്റെ മനസ്സെങ്ങനെ കിടക്കുന്നത്? ഇതാണ് പല കേസിനും നമ്മളെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ കേസിനകത്ത് ഇതിനൊരു മോട്ടീവ് പോലീസിന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല.